അപ്പോൾ ഞങ്ങളിതാ ഏർലി മോർണിംഗിൽ ഞങ്ങള് ഒരു ട്രിപ്പ് പോവാണ്. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സും പാടെയാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് നാഷണൽ ഹൈവേയിലെ കൂടെയാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സാണ് ബാക്ക് സൈഡിൽ നിൽക്കുന്നത്. അവിടെ ആസ്കർ ഉണ്ട്, ഷാനുണ്ട്, അതേമാതിരി ഈ സൈഡില് മാനുമാണ് ഡ്രൈവ് ചെയ്യണത്, സെയ്താണ്. ഇപ്പൊ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുന്നത് എക്സ്പ്രസ് അല്ല നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും പാടെ അതാ ചിക്കമംഗ്ലൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചിക്കമംഗ്ലൂരോട്ട് പോകുന്നത് കുറുകു വഴി ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഗോൾഡൻ ടെമ്പിളിൽ ഒന്ന് കയറണം. ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയപ്പോൾ കൊറോണ കാരണം വിസിറ്റേഴ്സിന് അലോട്ട് ഉണ്ടായിരുന്നില്ല, അപ്പം അത് കാരണം കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ പോകുന്നത് കുറുകു വഴി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കയറും. ഇപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്ന ടോൾ ഗേറ്റ് ആണ് നാഷണൽ ഹൈവേയുടെ കാലിക്കറ്റിലെ ടോൾ ഗേറ്റ്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിന്റെ മുന്നിൽ എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് കണ്ണൂർ നാഷണൽ ഹൈവേയിലൂടെയാണ്. ഇനി തലശ്ശേരി എത്തുന്നതിന് മുന്നേ മാഹിയിൽ ഒന്ന് കയറണം. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഈ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ കൊടകിലോട്ടോ അതോ കൊടക് വഴി ചിക്കമംഗ്ലൂരോട്ടോ പോകുന്നവരാണെങ്കിൽ മാഹിയിൽ വന്നിട്ട് നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. ഒരു പെർ ലിറ്ററിന് 10 രൂപ മുതൽ 12 രൂപ കുറവുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടക് ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് ബാക്കിൽ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ എൻട്രൻസ് ഫീസ് ആയിട്ട് 20 രൂപ കൊടുക്കണം കേട്ടോ. കേരളത്തിന്റെ ബോർഡർ ആയിട്ടുള്ള ഇരിട്ടിയാണ്. അതിനുശേഷമാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തലശ്ശേരി കുറുക് മൈസൂർ സ്റ്റേറ്റ് ഹൈവേ 30 കൊടകിലെ മെയിൻ സിറ്റിയായ മടികേരിയിൽ നിന്നും ബൈലാകൂപ്പയിലേക്ക് ഏകദേശം 34 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ബൈലാകൂപ്പയിലാണ് ബുദ്ധിസ്റ്റ് മോണിസ്ട്രി ആയ ഗോൾഡൻ ടെമ്പിൾ വരുന്നത്. അതിന്റെ മുന്നോടിയായ ഒരു ചെറിയ ടൗൺ ആണ് കുശാൽ നഗർ. അവിടെ നിന്നും 6 കിലോമീറ്റർ ആണ് ബൈലാകൂപ്പയിലേക്കുള്ളത്. മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഗോൾഡൻ ടെമ്പിളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം കൊറോണ ആയതുകൊണ്ട് വിസിറ്റേഴ്സിന് അലൗട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും അവിടെ പോകണം. അപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാട്ടാ ഈ ചാനലിൻ്റെ വിജയം. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുശാൽ നഗറിൽ നിന്നും ബൈലാകൂപ്പയിലോട്ടാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഗോൾഡൻ ടെമ്പിൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നതൊക്കെ ഈ ബുദ്ധ മോണസ്ട്രിയുടെ ഭാഗങ്ങളായിട്ടുള്ളതാണ്. സ്കൂളുകളും കോളേജുകളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു എൻട്രൻസ് ആണ്. ഇത് വിസിറ്റേഴ്സിൻ്റെ അലൗട്ട് ചെയ്യുന്ന എൻട്രൻസ് അല്ല, കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. വിസിറ്റേഴ്സിന് അലൗട്ട് ചെയ്യുന്ന എൻട്രൻസ്. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ കാർ പാർക്ക് ചെയ്യണം. ലാസ്റ്റ് ടൈം പോയപ്പോൾ കാർ പാർക്ക് ചെയ്തത് അവിടെയായിരുന്നു. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ ബാക്ക് കാണുന്ന ഇതാണ് നമ്മളെ ഗോൾഡൻ ടെമ്പിൾ വരുന്നത്, ബുദ്ധ മോണസ്ട്രി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് റെസ്റ്റ് റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെയാണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് ബാഗുള്ള ഷോപ്പുകളൊക്കെയാണ്.
അങ്ങനെ അസ്കൃത എന്തോ സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് കയറിയാണ്. അവൻ്റെ കുട്ടികൾക്കുള്ളത് സ്കേർട്ടോ കാര്യങ്ങളെന്തോ ചെയ്തുണ്ട് കേട്ടോ. മാനും ഷാനും ഞങ്ങൾ രണ്ടാളും ഇവിടെ ആയിട്ടാണ് നിൽക്കണത്. ഞങ്ങളൊന്നും വാങ്ങുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുള്ള് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഞങ്ങളെ കൂടെ വന്ന ഫ്രണ്ട്സുകളൊക്കെ നമ്മുടെ ഇവിടെ റെസ്റ്റ് റൂമുണ്ട്, അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർ കൂടുതലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന പാർക്കിങ്ങിലിട്ട് ഇവിടെ റെസ്റ്റ് റൂം യൂസ് ചെയ്യാനാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ കാണുന്ന റെസ്റ്റ് റൂം ഇവിടെ പൈസ കൊടുക്കണം. ഒരാൾക്ക് 5 രൂപയാണ് ഒരാൾക്കുള്ളത് റെസ്റ്റ് റൂമിന് ഇട്ടാം. ഏറ്റവും ഫ്രീ ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്ക് ചെയ്ത് നമ്മൾ റെസ്റ്റ് റൂം പോവാം. അതേമാതിരി നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടുന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിളിന്റെ വിസിറ്റേഴ്സിനുള്ള എൻട്രൻസ് വരുന്നത്. പിന്നെ ഞങ്ങളിതാ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. 950കളുടെ അവസാനത്തിൽ ചൈനീസ് അധിനിവേശത്തിനെ തുടർന്ന് ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്തിട്ടുള്ള ടിബറ്റൻ പ്രവാസികൾക്ക് അഭയം നൽകുന്നതിനായി കുർഗിനടുത്തുള്ള ബൈലാകൂപ്പയിൽ അവരുടെ പുനരധിവാസത്തിനായി ഇന്ത്യൻ സർക്കാർ ഭൂമി അനുവദിച്ചു നൽകുകയായിരുന്നു. അന്നത്തെ മൈസൂർ സർക്കാർ ഇപ്പോഴത്തെ കർണാടക സംസ്ഥാനം ടിബറ്റൻ അഭയാർത്ഥികൾക്ക് അവരുടെ താമസത്തിനായി ബൈലാകൂപ്പ പ്രദേശത്തെ 3000 ഏക്കർ വനഭൂമി അവർക്ക് അനുവദിച്ചു നൽകുകയായിരുന്നു. ഇപ്പം ഞങ്ങളും ഫ്രണ്ട്സൊക്കെ പാടെ ഗോൾഡൻ ടെമ്പിളിലാണ്. ബുദ്ധിസ്റ്റ് മോണസ്ട്രി ആണിത്. അപ്പോൾ ഇവിടെയൊക്കെ പ്രാർത്ഥനയുടെ ടൈം ആയിക്കണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കുള്ള ആൾക്കാരാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ അതിനുശേഷമാണ് ഇവർ ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അന്ന് വനപ്രദേശമായിരുന്നു. പിന്നീട് ഇവർ ഇവിടെ കൃഷി ചെയ്തും ബുദ്ധ മോണസ്ട്രി ഉണ്ടാക്കിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയും ഇപ്പോൾ കാണുന്ന ഈ രീതിയിലേക്ക് എത്തിയത്. ഇപ്പൊ കണ്ടത് ഇവിടെ എന്തോ ബുദ്ധിസ്റ്റിന്റെ എന്തോ പ്രാർത്ഥന എന്തോ നടക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രകാരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. നമുക്ക് അത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാല് ഇവിടുത്തെ പ്രാർത്ഥനയല്ല, ഞാൻ ഇവിടെ അന്വേഷിച്ചോ പറഞ്ഞത് ഇവര് ഏതോ ഒരു വലിയൊരു ഗുരുജി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവരെ ആനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തിരി ആൾക്കാർ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നടങ്ങുകയാണ്. ഇനി കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ വീഡിയോ നോട്ട് അലൗട്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോ എടുത്ത കേട്ടോ. അപ്പൊ ഞാനെന്താ ഫ്രണ്ട്സ് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ ചിക്കുമംഗ്ലൂരിട്ടോ പോണേ. അപ്പൊ ഏകദേശം ഇനി ഒരു 2-3 മണിക്കൂർ ഇവിടുന്ന് പോകാനുണ്ട്. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.